ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ ഫെയർ പ്ലേയുടെ പാർട്ട് 2 പാർട്ട് 2 നമ്മൾ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ട് 1 വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും കാണണം. ഈ വീഡിയോ ശേഷം നിങ്ങൾ അതെന്തായാലും കാണണം. ആ പാർട്ട് 1 ട്വിസ്റ്റ് ഉണ്ട്. ആ പാർട്ട് 1 ട്വിസ്റ്റ് കഴിഞ്ഞിട്ട് പാർട്ട് 2 ഇതിലുണ്ട് ട്വിസ്റ്റ്. ഇതിന് ടോട്ടൽ 3 പാട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ പാട്ട് നമ്മൾ വേറെ വീഡിയോയിലിടും. അപ്പം ഈ പാർട്ട് 2 2 ട്വിസ്റ്റ് ഉണ്ട്. ഈ പാർട്ട് 2 എന്താണെന്ന് നിങ്ങൾക്ക് കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മുടെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വീഡിയോ കണ്ടാലാണ് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പാർട്ട് 1 പോയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് വിശ്വാസം. അപ്പം നമ്മളുടെ പാർട്ട് 1 കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പാർട്ട് 2 പോകുന്നത്. ഇത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യണം. ഇത്തവണ ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് അതായത് തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ തെറ്റ് അവർക്ക് തിരിച്ചു കൊടുക്കുമോ, അതോ അവരത് അങ്ങനെ തന്നെ ചെയ്ത് തുടർന്നോട്ടെ എന്ന് വിചാരിക്കുമോ? പിന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പാർട്ട് ഇതേപോലത്തെ NCERT ഇതേപോലത്തെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ടെക്സ്റ്റ് വേണമെങ്കിൽ എത്ര രൂപയാ വില എന്ന് പറയാം. ഇതൊരു NCERT ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഹണി സർക്കിൾ 6ാം ക്ലാസ്സിലത്തെ ടെക്സ്റ്റ് ബുക്കിന്റെ വില 65 രൂപയാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. നമ്മളുടെ സെക്കൻഡ് പാർട്ടി പഞ്ചായത്ത്, അതായത് ഗ്രാമസഭ. അതേ ദിവസം തന്നെ ഒരു ആൽമരത്തിന്റെ താഴെ വെച്ച് നടന്നു. അന്നത്തെ കാലത്ത് ഇതേപോലെ ഒരുപാട് വലിയ ബിൽഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ഒരു പാവപ്പെട്ട രാജ്യമായിരുന്നു. അപ്പൊ നമ്മളുടെ പഞ്ചായത്ത് അതേ ദിവസം തന്നെ ഒരാൾമരത്തിൽ ചോദ്യം നടന്നു. ഉമ്മൻ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, വോയിസ് ഓഫ് ദി പാഞ്ച് ഈസ് ദി വോയിസ് ഓഫ് ദി ഗോഡ്. അതായത് പാഞ്ച് ശബ്ദം, അതായത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദം പോലെയാണ് എന്നാണ് അവർ കണ്ടത്. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. കാരണം അവർക്ക് ഒരു ഫ്രണ്ടും ഇല്ല, ഒരു പറയുന്നത് ഞാൻ അവരുടെ ഡിസിഷൻ്റെപ്പം കാണുന്നു. അതായത് ഞാൻ ആരുടെ ഭാഗത്താണ് ശരി. പഞ്ചായത്ത് പ്രസിഡന്റ് പറയാണ് ഞാൻ ആരുടെ ഭാഗത്താണ്. നാളെ പഞ്ചായത്ത് പ്രസിഡന്റ് അൽബുവാണ്. ആ അൽബു പറയാണ് ഞാൻ ആരുടെ ഭാഗത്താണ് ശരി, ഞാൻ അവരുടെ ഒപ്പം നിൽക്കും എന്നാണ് അൽബു പറയുന്നത്. ഇന്ന് അൽബു പറഞ്ഞു എനിക്ക് ഫ്രണ്ടുമില്ല ശത്രുവുമില്ല, അതായത് കൂട്ടുകാരുമില്ല ശത്രുവുമില്ല. അൽബു ചൗധരി പറഞ്ഞു. ആ സമയത്ത് നാളുടെ ഓൾഡ് ലേഡി പറഞ്ഞു കുഴപ്പമില്ല. ഈ ഓൾഡ് ലേഡി തന്റെ കേസ് അവിടെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് ചുമ്മാ പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, ഞാൻ കേസ് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ഇവിടെ ക്രോസ് എക്സാമിനേഷൻ അവിടെ ചെറിയൊരു കോടതി നടക്കുകയാണ്. ചെറിയൊരു കോടതി അവിടെ നടത്തുവാണ്. ചുമ്മൻ ഇതിനൊപ്പം വാദിച്ചോളാം എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ചുമ്മൻ അൽബുവിന്റെ കൂട്ടുകാരനാണല്ലോ. അപ്പൊ അൽബു എപ്പോഴും അവന് അനുകൂലമായിട്ടാണ് നിൽക്കുകയുള്ളൂ എന്നറിയാം. എന്നിട്ട് പിന്നെ അൽബു പറയാം ചാച്ചിക്കാണ് ഞാൻ ചുമ്മൻ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ചാച്ചിക്ക് അറിയാം. അതെനിക്കറിയാം അൽബു പറഞ്ഞു. പക്ഷേ ജസ്റ്റിസിന് അറിയില്ല എന്ന് എനിക്കും അറിയാം. ദൈവം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് പിന്നെ അത് പറഞ്ഞു. പിന്നെ ആ സമയത്ത് ആണെങ്കിൽ നമ്മളുടെ കേസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു.
ആ സമയത്ത് ജുമ്മൻ അൽഗു പറഞ്ഞു, ജുമ്മൻ എന്ന് വിളിച്ചു അൽഗു, നീ ഞാൻ പഴയ കൂട്ടുകാരാണ്. നിന്റെ ആന്റി എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് ഞാൻ നിന്റെ ആന്റിയും കാണുന്നത് എന്ന് പറഞ്ഞു. നിന്റെ ആന്റി എനിക്ക് നിന്നെപ്പോലെ തന്നെ വളരെ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പൊ നീയും നിന്റെ ആന്റിയും എന്റെ മുന്നിൽ തുല്യരാണ് എന്ന് പറഞ്ഞു. നിനക്ക് നിന്റെ ഡിഫൻസിന്റെ ഭാഗമായിട്ട് എന്താണ് പറയാനുള്ളത്? അപ്പൊ 3 വർഷങ്ങൾ അങ്ങനെ ജുമ്മൻ തുടങ്ങി. എന്റെ ആന്റി അവരുടെ പ്രോപ്പർട്ടി എന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ ഒരു പ്രോമിസ് കൊടുത്തു, ഞാൻ അവൾ ആന്റി എത്ര നാൾ ജീവിക്കുന്നു അത്രയും നാളും ആ ആന്റിയെ നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എൻ്റെ വൈഫും എൻ്റെ ആന്റിയുമായിട്ട് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ ആന്റി ഒരു മാസവും എൻ്റെ കയ്യിൽ നിന്ന് ഒരു തുക വാങ്ങുകയാണ്. അത് എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല, ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ജുമ്മൻ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചു. എന്നിട്ട് ക്രോസ് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ അൽക്ക് പറഞ്ഞു, ഞങ്ങൾ ഈ മാറ്ററിലോട്ട് കുറച്ചും കൂടി ശ്രദ്ധയോടെ നോക്കി. അപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയൻ, അതായത് ഞങ്ങളുടെ തീരുമാനം, ജുമ്മൻ അവൻ്റെ ആന്റിക്ക് മാസം ഒരു തുക കൊടുക്കണം. ഇവിടെയാണ് നമ്മളുടെ ഒന്നാമത്തെ ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചത് ജുമ്മൻ തന്റെ ഫ്രണ്ടിന് സപ്പോർട്ട് ചെയ്യുമെന്നാണ്. പക്ഷേ ഇവിടെ അൽഗു ന്യായത്തിനൊപ്പം. എന്നിട്ട് പിന്നെ വീണ്ടും അൽഗു പറയുകയാണ്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വീണ്ടും ജുമ്മന്റെ ആന്റിയുടെ ഭാഗത്തോട്ട് മാറും, ആന്റിയുടെ കയ്യിലാകും എന്ന് പറഞ്ഞു. ഇങ്ങനെ പോയപ്പോൾ ഒരു 2 വർഷം വിചാരിച്ചു കത്തിയിരുന്നത് വരെ ഒരു മിത്രങ്ങളായിരുന്നു. പക്ഷെ അവന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പോകും അത് തകർന്നു പോയി. ജുമ്മന്റെ എനിമിയായിരുന്നു അൽഗുവിന്റെ എനിമിയായിരുന്നു. പക്ഷെ അൽഗുവിന് അങ്ങോട്ടൊരു ശത്രുതയും ഉണ്ടായിരുന്നു, ജുമ്മൻ ഇങ്ങോട്ടായിരുന്നു ശത്രു. പക്ഷെ ജുമ്മന് എന്റെ റിവെഞ്ച് വേണമായിരുന്നു. നമ്മുടെ പാർട്ട് 3 നമ്മളിനി വേറെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യാൻ മറക്കരുത്. കാരണം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ചാനലിൽ 4 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നമ്മുടെ ചാനൽ. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കമൻറ്റ് പറ്റും, കാരണം ഞങ്ങൾക്ക് തെറ്റുണ്ടെങ്കിലും. പിന്നെ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങളുണ്ടോ വേറെ ചോദ്യങ്ങളോ പറയും. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? അപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്താൽ നിങ്ങൾ അത് തിരിച്ചു കൊടുക്കുമോ, അതോ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമാണോ നോക്കുന്നത്? ഇതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ വീഡിയോയിലും ചോദിച്ചായിരുന്നു, പക്ഷേ ഇതിന്റെ ഉത്തരം ആദ്യം തന്നില്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് മാത്രമാണ് ചോദിച്ചത്. എന്നിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് കമന്റ് നിങ്ങൾ സീക്രട്ട് ഇമോജി അൺലോക്ക് ചെയ്യും. കമന്റ് ചെയ്യുമ്പോൾ പിന്നെ യൂട്യൂബിൽ മാത്രമല്ല, നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ട്രൈ ചെയ്തു, എനിക്ക് വർക്കായി. എന്താണ് എന്ത് ഇമോജിയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ പാർട്ട് 3 വേറെ വീഡിയോയിൽ വരാം. എല്ലാവർക്കും ബൈ.